പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മീൻ ഏതായാലും ശരി, നല്ല രുചികരമായ ഒരു മൊളീഷനായാലോ, അതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. മൊളീഷൻ ഇങ്ങനെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി പറയുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം. അതായത് ആദ്യം തന്നെ നമ്മൾ എന്താ വേണമെന്ന് വെച്ചാൽ, ഏത് മീനായാലും ശരി നല്ല വൃത്തിയായി കഴുകി, വലിയ മീനാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വൃത്തിയായി അത് കൊണ്ടുവന്നതിന് ശേഷം അത് ചട്ടിയിലിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് മീനിലൊന്ന് പുരട്ടി കുറച്ച് നേരം അടച്ചു വെക്കണം. അപ്പോൾ ആ മീനിൽ അതെല്ലാം പിടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ആവശ്യമായ വടക്കൻ പുളിയെടുത്ത് ഒന്ന് വെള്ളത്തിൽ വേവിച്ച് ആ വെള്ളത്തോടു കൂടി ഒന്ന് മാറ്റി വെക്കണം. കാര്യം അതിൻ്റെ പുളിയൊന്ന് ഇറങ്ങാനാണ്. അതിനുശേഷം കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ചെറുതായി അരിഞ്ഞ് നല്ലതുപോലെ എണ്ണയിൽ മൂപ്പിക്കണം. എണ്ണയിൽ മൂപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് നനച്ചിങ്ങനെ വെച്ചേക്കണം. കാര്യം അത് എണ്ണയിലിട്ട് മൂപ്പിക്കുന്ന സമയത്ത് കരിഞ്ഞു പോവാതിരിക്കാനാണ്. ഉള്ളിയെല്ലാം ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടി അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി, ചെറിയ തീയിൽ ഇളക്കി മൂപ്പിച്ച് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കിയ പുളിയുടെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച്, ശരിക്കും പുളിയുണ്ടോ എന്ന് നോക്കി ഒഴിക്കണം. കൂടിപ്പോയാൽ കറി രുചികരമാവില്ല. ഇങ്ങനെ നോക്കി ഒഴിച്ച് എല്ലാം റെഡിയായി മിക്സായി വെച്ച് അരപ്പ് തിളച്ചതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ തിളച്ച് വറ്റിച്ചെടുക്കുമ്പോൾ നല്ല രുചികരമായ ഒരേ മൊളീഷൻ കിട്ടും എന്ന് ഉറപ്പാണ്. അത് ഉച്ചക്ക് ആഹാരത്തിനായാലും വൈകുന്നേരത്തെ ആഹാരത്തിനായാലും എങ്ങനെയായാലും അത് രുചികരമാണ്. ചെറിയ മീനാണെങ്കിൽ കഷ്ണങ്ങളാക്കുകയേ വേണ്ട, വലിയ മീനാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കണം. കാര്യം അതിൽ ഉപ്പും പുളിയും മുളകും എല്ലാം പിടിച്ചിരിക്കണം. ഈ കറി തണുത്ത് പുറത്ത് തന്നെ സൂക്ഷിച്ചാൽ 3 ദിവസം വരെ ഒരു കേടും കൂടാതെ രുചികരമായി തന്നെ ഇരിക്കും. നന്ദി, നമസ്കാരം.